പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 168 വചനമാണ് പഠിക്കുകയുണ്ടായത്. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ വചനം ചില അടിസ്ഥാന വിഷയങ്ങളെയും ചില മതവിധികളെയും വിളിച്ചറിയിക്കുന്ന ഒരു മഹൽ വചനമാണ്. ഈ ഒരു തുടർച്ചയിൽ നമ്മൾ അതാണ് പഠിക്കുന്നത്. യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ. അന്നാസ് മുഴുജനങ്ങൾ ഇവിടെ അഭിസംബോധിതരാണ്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ഇവിടെ ഈ കൽപ്പന വിശ്വാസം പുൽകാനോ അടിസ്ഥാന ആദർശം സ്വീകരിക്കാനോ അല്ല, പ്രത്യുത ഹലാലും തയ്യിബുമായത് ഭക്ഷിക്കുവാനാണ്. കർമ്മപരമായ ഒരു വിഷയം കൊണ്ടാണ് ഇവിടെ കൽപ്പന. ഇസ്ലാമിൽ ഉസൂലുകളുണ്ട്, അതാണ് അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ. ഫുറൂഉമുണ്ട്, അതാണ് വിശ്വാസ കാര്യങ്ങൾക്കപ്പുറം കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. വിഷയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ ഉസൂൽ, ഫുറൂ എന്നൊരു വിഭജനം പണ്ഡിതന്മാർ നടത്തിയതാണ്. ദീനിൽ സ്ഥിരപ്പെട്ടതും തെളിവിനാൽ സ്ഥാപിതമായതും എല്ലാം ഇസ്ലാമിൽ അസലുകൾ തന്നെയാണ്. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളെയും കർമ്മപരമായ കാര്യങ്ങളെയും ചില വിഷയങ്ങളിൽ, വിധികളിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു രീതി പണ്ഡിതന്മാർക്കുണ്ട്. അസലുകൾ, ഫർഉകൾ. ഇന്നൽ കുഫാറ മുഖാതബൂന ബി ഫുറൂഇ ശരീഅ. അവിശ്വാസികൾ ശരീഅത്തിൻ്റെ ഫർഉകൾ കൊണ്ട്, കർമ്മപരമായ കാര്യങ്ങൾ കൊണ്ട് അഭിസംബോധിതരാണ് എന്ന ഒരു മസ്അലക്കുള്ള തെളിവാണ് നമ്മുടെ ഈ ഒരു വചനം. പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു അടിസ്ഥാനമാണിത്. അവിശ്വാസികൾ ശരീഅത്തിൻ്റെ ഫുറൂഉ കൊണ്ട് അഭിസംബോധിതരല്ല, അവർ ഉസൂല് കൊണ്ടാണ് അഭിസംബോധിതർ എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ശരി, ഉസൂല് കൊണ്ടും ഫുറൂഉ കൊണ്ടും ഒരുപോലെ അവിശ്വാസി അഭിസംബോധിതനാണ്. പക്ഷേ ഫുറൂഉ ബാധകമാണെങ്കിലും ആ ഫുറൂഉ അവനിൽ നിന്ന്, കർമ്മങ്ങൾ അവനിൽ നിന്ന് ശരിയാകലും സ്വീകരിക്കപ്പെടലും അവൻ അസിൽ സ്വീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, വിളിച്ചറിയിക്കുന്ന കർമ്മങ്ങളും സൽപ്രവൃത്തികളും വിശ്വാസം സ്വീകരിക്കാതെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും പാരത്രിക ലോകത്ത് അവന് ഉപകരിക്കുകയില്ല. പുണ്യമായി ഉപരിലോകത്ത് അത് കബൂലാക്കപ്പെടുകയും ഇല്ല. എന്ന് മാത്രമല്ല, അവനോട് അഭിസംബോധന ചെയ്ത് കൽപ്പിച്ച അസലുകളും ഫർഉകളും, അടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയതിനാൽ അവന് പരലോക കോടതിയിൽ വിചാരണയുണ്ടായിരിക്കും, ശിക്ഷാവിധിയും ഉണ്ടായിരിക്കും. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ആദ്യം ക്ഷണിക്കേണ്ടത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യത്തിലേക്കാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിൽ പ്രബോധനം നടത്താൻ കൽപ്പിച്ചപ്പോൾ നിർദ്ദേശിച്ച പോലെ ഫഇൻഹും അജാബൂക ലിദാലിക്, ഈ സത്യസാക്ഷ്യത്തിന് അവർ ഉത്തരമേകിയാൽ ഫഅലിംഹും അന്നല്ലാഹ ഫറദ അലൈഹിം ഖംസ സലവാത്ത് ഫിൽ യൗമി വല്ലൈല, അവരെയാണ് അറിയിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വതആല രാവിലും പകലിലുമായി 5 നിസ്കാരങ്ങൾ നിർബന്ധമാക്കിയത്. അപ്പം ആദ്യം ആദർശം, വിശ്വാസം, പിന്നെ കർമ്മങ്ങൾ. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി. സൂറത്ത് തൗബയിലെ 54 കപടന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ദാനധർമ്മങ്ങളും ചെലവുകളും അവരെ തൊട്ട് തടയപ്പെടാൻ, സ്വീകരിക്കപ്പെടാൻ തടസ്സമായത് അവർ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അവിശ്വസിച്ചു എന്നതിനാലാണ്. അപ്പോൾ അവിശ്വാസം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ തടസ്സമാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്ന് മാത്രമല്ല, അടിസ്ഥാനം സ്വീകരിച്ച് കർമ്മങ്ങൾ കൊണ്ട് ആ അടിസ്ഥാനത്തെ മാറ്റുകൂട്ടണം. അടിസ്ഥാനവും സ്വീകരിച്ചില്ല, കർമ്മങ്ങളും അനുഷ്ഠിച്ചില്ല എങ്കിൽ രണ്ടിനുമുള്ള വിചാരണയും ശിക്ഷാവിധിയും പരലോക കോടതിയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നരകശിക്ഷയിൽ കഴിയുന്ന ആളുകളോട് മാ സലക്കക്കും ഫീ സഖർ, നരകത്തിയിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചതെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ എന്ന് ആ ശിക്ഷാർഹർ പ്രതികരിക്കുന്നത്. ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ അഗതികൾക്ക് അന്നം നൽകുന്നവർ ആയിരുന്നില്ല, തെറ്റുകുറ്റങ്ങളിലും നെറുകേടുകളിലും മുഴുകിക്കഴിയുന്നവരുടെ കൂടെ ഞങ്ങളും കൂട്ടം കൂടികളായിരുന്നു. ഇതൊക്കെ അവർ പറയുന്നത്. നോക്കൂ നിങ്ങൾ,
കർമ്മപരമായ വിഷയങ്ങളിലുള്ള വീഴ്ച ഇവർക്ക് ശിക്ഷ നേടിക്കൊടുത്തതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം, അവിശ്വാസിയും ശരീഅത്തിൻ്റെ കർമ്മപരമായ കാര്യങ്ങൾ കൊണ്ട് അഭിസംബോധിതനാണ്. പ്രസ്തുത വിധിവിലക്കുകൾ അവന് ബാധകമാണ്. പക്ഷേ അത് അവൻ നിർവഹിക്കേണ്ടത് വിശ്വാസം പുൽകി ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. അവിശ്വാസത്തിൽ ആദർശശൂന്യമായി എത്ര ചെയ്താലും പരലോകകോടതിയിൽ അത് അനുകൂലമാവുകയോ രക്ഷയ്ക്ക് ഉപകരിക്കുകയോ ചെയ്യുകയില്ല എന്നത് ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിവിടെ മുമ്പ് അബ്ദുള്ള ഇബ്നു ജുദ്ആൻ അത്തൈമിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അബ്ദുള്ള ഇബ്നു ജുദ്ആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽ മുറത്ത് ബിനു കഅബിൽ കണ്ണിചേരുന്ന വ്യക്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതാവിൻ്റെ പിതൃ സഹോദര പുത്രനുമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയൊക്കെ ബന്ധുവായിരുന്നു അദ്ദേഹം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തിരുദൂതരോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിം വയുത്ഇമുൽ മിസ്കീൻ വയഖ്രിദ് ദൈഫ് വയഫുക്കുൽ ആനി വയുഹ്സിനുൽ ജിവാർ ഫഹൽ യൻഫഉഹു ദാലിക്. ഇബ്നു ജുദ്ആൻ ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പ്, അദ്ദേഹം കുടുംബബന്ധം, രക്തബന്ധം വിളക്കുമായിരുന്നു. വയുത്ഇമുൽ മിസ്കീൻ, അഗതിക്ക് അന്നം നൽകുമായിരുന്നു. വയഖ്രിദ് ദൈഫ്, അതിഥികളെ സൽക്കരിക്കുമായിരുന്നു. വയഫുക്കുൽ ആനി, പ്രയാസം പേറുന്നവൻ്റെ പ്രയാസം പോക്കുമായിരുന്നു. വയുഹ്സിനുൽ ജിവാർ, അയൽപക്ക ബന്ധം മാന്യമായി നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു. ഫഹൽ യൻഫഉഹു ദാലിക്, അത് അയാൾക്ക് ഉപകരിക്കുമോ എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യം. ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ജാഹിലിയത്തിൽ പ്രത്യേകം പ്രസ്താവ്യമായ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഇത്തരം സൽപ്രവർത്തികളിൽ വിശ്രുതനും അന്ധതുമുറ്റിയ കാലഘട്ടത്തിൽ ഒരു നന്മ മരമായി വാണതും അക്കാലത്ത് പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടതിനാലാണ്. എന്തുകൊണ്ട്? ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ തൻ്റെ ബാല്യത്തിലും യൗവനത്തിൻ്റെ തുടക്കത്തിലും നിർധനനായിരുന്നു, മോശം സ്വഭാവക്കാരനായിരുന്നു. അയാൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ വില നൽകിയിരുന്നത് പിതാവ് ജുദ്ആൻ ഇബ്നു അംർ എന്നവരും അദ്ദേഹത്തിൻ്റെ ബനൂ തൈം ഗോത്രവുമാണ്. ഇയാൾ നാട്ടിൽ പൊറുതികേടായി, ആളുകളുടെ തല്ലുകൊള്ളിയായി. ഇതിനാൽ ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനെ വീട്ടിൽ നിന്ന് പിതാവും നാട്ടിൽ നിന്ന് കുടുംബവും ആട്ടുകയുണ്ടായി. അവർ ശപഥം ചെയ്തു പറഞ്ഞു, ഇനി ഈ അബ്ദുള്ളക്ക് സംരക്ഷണമില്ല എന്ന്. വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒറ്റപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ഇനി മരിച്ചാൽ മതി എന്ന വിചാരത്തിൽ മക്കയുടെ മലഞ്ചെരിവുകളിൽ തെണ്ടിത്തിരിയാൻ തുടങ്ങി എന്നാണ്. ആ തെണ്ടലിൽ ഒരു മലയുടെ സൈഡിൽ ഒരു പൊത്ത് കാണുകയും അതിൽ വല്ല ഇഴജന്തുക്കളും വിഷജീവികളും ഉണ്ടെങ്കിൽ തന്നെ കൊല്ലട്ടെ എന്ന നിലക്ക് അയാൾ അതിൽ പ്രവേശിച്ചു. ജീവിതം ഒടുക്കാനും മരണത്തിലൂടെ താൻ അനുഭവിക്കുന്ന ഈ ഞെരുക്കങ്ങളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും വിശ്രമിക്കാനുമായിരുന്നു അയാൾ ഇപ്പണി ചെയ്തത്. പക്ഷേ ആ മാളത്തിൽ കയറിയപ്പോൾ ഒരു വലിയ ധനശേഖരം, ഒരു നിധി ഇയാളെ പ്രതീക്ഷിക്കുകയായിരുന്നു. പണ്ട് ജുർഹും ഗോത്രം മക്ക ഭരിച്ചിരുന്ന കാലത്ത് രാജാക്കന്മാരിൽ ഒരാൾ തൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഈ മലയിലെ ഈ മാളത്തിൽ നിക്ഷേപിച്ച സ്വത്തിലേക്കാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ചെന്നെത്തുന്നത്. സ്വർണത്താൽ നിർമ്മിതമായ ഒരു സർപ്പത്തിൻ്റെ രൂപവും ആ നിധിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കണ്ടാണ് വിഷബാധയേറ്റ് മരിക്കാൻ ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ആ മാളത്തിലേക്ക് പ്രവേശിക്കുക തന്നെയുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ തെറ്റി. വലിയ ഒരു സമ്പത്താണ് തന്നെ കാത്തിരുന്നതെന്ന നിർവൃതിയിൽ ആഗോളം അതിൽ നിന്ന് വാരിക്കൂട്ടി. പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ അതിൽ നിന്നെടുത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ മക്കയിൽ വലിയ സമ്പന്നനായി പരിലസിക്കുകയായിരുന്നു. കയ്യും മെയ്യും മറന്ന് തനിക്ക് കിട്ടിയ ഈ സ്വത്തിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ചെലവഴിച്ചു. ആളുകളെ നന്നായി സഹായിച്ചു, എല്ലാവരെയും സൽക്കരിച്ചു. അതിഥികളും അഗതികളും അനാഥരുമൊക്കെ ഒരുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആനെ നന്നായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. തനിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം വേണ്ടത്ര ഈ മലയുടെ മാളത്തിൽ നിന്നെടുത്ത് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ഒരു നന്മ മരമായി വളരുകയും ജനങ്ങളെ വാഴുകയുമായിരുന്നു എന്നതാണ് ചരിത്രം. ഈ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ ഒരിക്കലും മക്കയുടെ ചരിത്രത്തിൽ അപ്രശസ്തനായിരുന്നില്ല. ഇക്കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതായിരുന്നു, സഹായങ്ങൾ നിർലോഭമായിരുന്നു. അതിനാലാണ് ഇവിടെ പ്രത്യേകം ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദ്യം ഉന്നയിക്കുന്നത് ഈ ഇബ്നു ജുദ്ആനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി ഫഹൽ യൻഫഉഹു ദാലിക്, അദ്ദേഹത്തിന് അതെല്ലാം ഉപകരിക്കുമോ എന്ന്. വിശുദ്ധ മക്കയിൽ
ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവർ പലരുണ്ടായിരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും ഉള്ള ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാവ് അബ്ദുൽ മുത്തലിബ്, പിതാമഹന്മാർ ഹാഷിമും ഖുസയ്യുമൊക്കെ ഈ വിഷയത്തിൽ വിശ്രുതരാണ്. വേറെയും മക്കയിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അബ്ദുല്ലാ ഇബ്നു ജുദ്ആനെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചോദിക്കാൻ കാരണം ഈ പറഞ്ഞതാണ്. ഏതായാലും അത് അദ്ദേഹത്തിന് ഉപകരിക്കുമോ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് എന്താ? ല ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്ത് റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. ഇല്ല, അദ്ദേഹം ഒരിക്കലും ഒരു നാളെങ്കിലും വിശ്വാസപ്പുറത്ത് അന്ത്യനാളിൽ എൻ്റെ തെറ്റ് റബ്ബേ എനിക്ക് പൊറുക്കേണമേ എന്നൊരു തേട്ടം നടത്തിയിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇസ്ലാം ആശ്ലേഷിച്ച് ഇങ്ങനെ ഇസ്ലാമിക ആദർശത്തിൻ്റെ ഒരു തേട്ടം അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം അയാൾക്ക് ഉപകാരപ്പെടുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണർത്തുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ഇതിവിടെ പറഞ്ഞത് ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള നന്മയും സുഹൃതവും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും കർമ്മങ്ങളുമൊക്കെ അവനിൽ നിന്ന് സ്വീകരിക്കാനും അത് പരലോക കോടതിയിൽ ഉപകരിക്കാനും വിശ്വാസം പൂണ്ട് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നത് ബോധ്യപ്പെടാനും മനസ്സിലാകാനുമാണ്. ഖുൽ ലില്ലദീന കഫറൂ ഇൻ യൻതഹൂ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. അവിശ്വാസികളോട് പറയാൻ തിരുദൂതരോട് കൽപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ അവിശ്വാസികളോട് പറയൂ, അവർ അവിശ്വാസത്തിൽ നിന്ന് വിരമിക്കുകയായാൽ കഴിഞ്ഞു പോയതെല്ലാം അവർക്ക് പൊറുക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പ്രത്യേകം പരാമൃഷ്ടമാണ്, പഠിക്കൽ അനിവാര്യവുമാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് നിദാനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വിഷയം വിശദീകരിച്ചത് നമുക്ക് വായിക്കാനാകും. ഇനി ഇതിൽ മറ്റൊരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലൻ തയ്യിബൻ എന്ന് പ്രയോഗിച്ചിടത്തുനിന്ന് മനസ്സിലാക്കുവാനുള്ളതാണ്. നമ്മൾ ഹലാൽ എന്ത് എന്ന് മനസ്സിലാക്കി, അത്തയ്യിബ് എന്നതെന്ത് എന്നും മനസ്സിലാക്കി, അതിനിടയിലുള്ള വ്യത്യാസവും മനസ്സിലാക്കി. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ മറ്റൊരു മസ്അല, കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ ഹലാലുമായി ബന്ധപ്പെട്ടാണ്. ഒരു തിരുമൊഴി ഇപ്രകാരമുണ്ട്: മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ വമാ ഹറമ ഫഹുവ ഹറാമുൻ വമാ സകത അൻഹു ഫഹുവ ആഫിയ ഫഖ്ബലൂ മിനല്ലാഹി ആഫിയതഹു ഫഇന്നല്ലാഹ ലം യകുൻ നസിയ. മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി, അല്ലാഹു തൻ്റെ കിതാബിൽ അനുവദിച്ചതെല്ലാം ഫഹുവ ഹലാൽ, അത് ഹലാലാകുന്നു. വമാ ഹറമ ഫഹുവ ഹറാം, ഹറാമാക്കിയതെല്ലാം ഹറാമുമാകുന്നു. വമാ സകത അൻഹു ഫഹുവ ആഫിയ, അല്ലാഹു മൗനം ദീക്ഷിച്ചത് ആഫിയത്താകുന്നു. ഫഖ്ബലൂ മിനല്ലാഹി ആഫിയതഹു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവൻ്റെ ആഫിയത്ത് നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാൻ ഇളവുള്ള വിഷയമാണ്. മാത്രമല്ല അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൗഖ്യവും രക്ഷയും നിശ്ചയിച്ചിട്ടുള്ള കാര്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഹലാലാക്കിയതും ത്വയ്യിബാക്കിയതും അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും തങ്ങൾക്ക് വിലങ്ങിയ നിഷിദ്ധമാക്കിയ ഒരു വിഭാഗത്തിൻ്റെ പേരിലാണ് ഈ ആയത്തിറങ്ങിയത്. തുടക്കത്തിൽ നമ്മൾ ആ വിഷയം വിശദമായി മനസ്സിലാക്കി. അനുവദനീയമായ വിശുദ്ധവും വിശിഷ്ടവുമായ വസ്തുക്കൾ, കാരക്കയും പാൽക്കട്ടിയും കാലികളും കാർഷിക ഉൽപ്പന്നങ്ങളും തുടങ്ങി പലതും നിഷിദ്ധമാക്കിയ ഒരു കൂട്ടർ മുശ്രിക്കുകളിലുണ്ടായിരുന്നു. അവർ ഭക്ഷിക്കുമായിരുന്നില്ല, സവാരി ചെയ്യുമായിരുന്നില്ല, മറ്റു ഉപയോഗങ്ങൾ എടുക്കുമായിരുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയത് അവർ തങ്ങൾക്ക് ഹറാമാക്കി എന്നുള്ളതാണ്. ഈ ആയത്ത് നമ്മോട് പറയുന്നത് കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, ഹലാലും തയ്യിബുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നാണ്. ഈ ആയത്തിറങ്ങിയത് ഏതൊരു വിഭാഗം ആളുകളുടെ വിഷയത്തിലാണോ അവരെപ്പോലെ ഹലാലിനെ ഹറാമാക്കാനും ഹറാമിനെ ഹലാലാക്കാനും നിങ്ങൾ തുനിയരുത് എന്ന ബോധനം വ്യംഗ്യമായി ഈ വചനം ഉൾക്കൊള്ളുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പ്രാമാണികർ അത് പ്രത്യേകം ഉണർത്തിയിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതിനെ ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അപരാധമാണ് ദീനുൽ ഇസ്ലാമിൽ. യൂസുഫ് ഇബ്നു മാഹിക് അൽ ഫാരിസി അൽ മക്കി ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഈ യൂസുഫ് ഇബ്നു മാഹിക് ഇബ്നു ബുഹ്സാദ് അൽ ഫാരിസി അൽ മക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനൊക്കെ കേട്ടുപഠിച്ച ഒരു മഹാനാണ്. അദ്ദേഹം തൻ്റെ ഒരു അനുഭവം പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻ്റെ അടുക്കൽ ഒരു അറാബി ആഗതനായി. എന്നിട്ട് ഇബ്നു അബ്ബാസിനോട് അയാൾ പറയുന്നത്, ഇന്നി ജഅൽതു ഇംറഅതി ഹറാമൻ, ഞാൻ എൻ്റെ ഭാര്യയെ ഹറാമാക്കിയിരിക്കുന്നു. ഹലാലായ ഭാര്യയെ അയാൾ ഹറാമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അയാളോട് പറഞ്ഞു, ലൈസത്ത് അലൈക ബി ഹറാം,
ഭാര്യ ഒരിക്കലും നിങ്ങൾക്ക് ഹറാമല്ല, അങ്ങനെ ഹറാമാക്കാൻ പാടുള്ളതല്ല എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഈ ആറാബി ഇബ്നു അബ്ബാസിനോട് ഖാല അറഅയ്ത ഖൗലല്ലാഹി തആല കുല്ലു ത്വആമി കാന ഹില്ലൻ ലിബനി ഇസ്രായീല ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സി. ഇബ്നു അബ്ബാസ്, അള്ളാഹുവിൻ്റെ ഈ വാക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അള്ളാഹു പറഞ്ഞത്? എല്ലാ ഭക്ഷണ വസ്തുക്കളും ഇസ്രായേല്യർക്ക് ഹലാലായിരുന്നു. ഇല്ലാ മാ ഹറമ ഇസ്രായീലു അലാ നഫ്സി, ഇസ്രായേൽ അഥവാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഹറാമാക്കിയത് ഒഴികെ. ഇവിടെ ഇല്ലാമ ഹറമ ഇസ്രായീലു അലാ നഫ്സിഹി, ഇസ്രായേൽ അഥവാ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് നിഷിദ്ധമാക്കിയത് ഒഴികെ എന്നുള്ളിടത്ത് ഈ അറാബി മനസ്സിലാക്കിയത് ഓരോരുത്തർക്കും തങ്ങൾക്ക് അനുവദനീയമായത് ഹറാമാക്കാം എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് തർക്കിക്കുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കാര്യം പറഞ്ഞു കൊടുത്തു. ഇന്ന ഇസ്രായീല കാന ബിഹി ഇർഖുൻ നസ, ഇസ്രായേൽ അഥവാ യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൽ ഇർഖുൻ നസ എന്ന രോഗമുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിൽ ഊരയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രത്യേകതരം വേദനയും രോഗവുമാണ് ഈ ഇർഖുൻ നസ. ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാന യശ്തകി ഇർഖൻ നസ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അസുഖം ആവലാതിപ്പെട്ടിരുന്നു. അദ്ദേഹം മരിദ മർദൻ ഷദീദൻ, വലിയ ഒരു രോഗത്തിനടിപ്പെട്ടു. വതാല സഖമുഹു, ആ രോഗം അത് കുറേ കാലം തുടർന്നു. അപ്പം അദ്ദേഹം ഫനദറ ലില്ലാഹി നദറൻ ലഇൻ ശഫാഉല്ലാഹ് മിൻ സഖമിഹി, അള്ളാഹ്ക്ക് ഒരു നേർച്ച നേർന്നു, രോഗത്തിൽ നിന്ന് അള്ളാഹു ശിഫ തരുകയാണ് എങ്കിൽ ലയുഹർരിമന്ന അഹബ്ബ ശറാബി ഇലൈഹി വ അഹബ്ബ തആമി ഇലൈഹി, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയവും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും തനിക്ക് വിലങ്ങുമെന്ന്, നിഷിദ്ധമാക്കുമെന്ന്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ലുഹ്മാനുൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ മാംസവും ഇഷ്ടപ്പെട്ട പാനീയം അൽബാനുഹ, ഒട്ടകത്തിൻ്റെ പാലുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നേർച്ചയെ തുടർന്ന് തനിക്കത് വിലങ്ങുകയുണ്ടായത്. ആ ഒരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇക്കാര്യം ഈ അറാബിയെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, വലൈസത് ബിഹറാമിൻ യാനി അലാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് ഒരിക്കലും ഈ മാംസം ഇത് ഹറാമല്ല, ഒട്ടകത്തിൻ്റെ പാലും ഹറാമല്ല. അത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അളവിൽ അന്ന് പ്രത്യേകമുണ്ടായ ഒരു വിഷയമാണ് എന്ന്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് ഹലാലാക്കിയ തൻ്റെ ഭാര്യയെ ഈ ആറാബി തനിക്ക് ഹറാമാക്കിയിരിക്കുകയാണ് ഈ ആയത്ത് ഓതിയിട്ട് അയാൾ മനസ്സിലാക്കിയതിനനുസരിച്ച്. അതാണ് അയാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തർക്കിക്കുന്നത്. ഈ ആറാബി ചെയ്തതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ പാടുള്ളതല്ല, പടച്ച റബ്ബ് ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ പാടില്ലാത്തതുപോലെ. അതിവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്ന വചനം അവതീർണമായത് അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കി, അതും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെച്ചു പുലർത്തി അവിശ്വാസ ജഡിലമായ ആദർശം കൊണ്ടു നടന്ന് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ തങ്ങൾക്ക് അനുവദനീയമായിരുന്ന വിശുദ്ധമായിരുന്ന പലതിനെയും നിഷിദ്ധമാക്കിയപ്പോൾ, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും വിശ്വാസിക്കുണ്ടാകാൻ പാടുള്ളതല്ല എന്നാണ് ഇതിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. നമ്മൾ പറഞ്ഞു, ഈ ആയത്തിലെ കൽപ്പന അത് വുജൂബിനോ ഇബാഹത്തിനോ മാത്രമല്ല, അത് തൗബീഖിന് കൂടിയാണ് എന്ന്. കുലു, നിങ്ങൾ തിന്നോളിയും എന്ന് നിർബന്ധിക്കുകയല്ല, നിങ്ങൾ തിന്നോളൂ എന്ന് അനുവദിക്കുകയുമല്ല. പ്രത്യുത തൗബീഖാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് യഥേഷ്ടമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമാക്കിയത് ധാരാളമാണ്. അനുവദനീയവും വിശിഷ്ടവുമായിട്ടും എന്തിനാണ് തങ്ങൾക്ക് നിഷിദ്ധമാക്കി ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നത്, ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? നിങ്ങൾ തിന്നോളിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റപ്പെടുത്തി കൽപ്പിക്കുകയാണ് ഇവിടെ. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം ഈ ആയത്തിനെ തഫ്സീർ ചെയ്തപ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന മറ്റൊരു അടിസ്ഥാനം നമ്മൾ തുടക്കത്തിൽ അതിലേക്ക് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ്, പരിഗണന പദപ്രയോഗത്തിൻ്റെ പൊതു തേട്ടത്തിനാണ്, അല്ലാതെ ആയത്ത് അവതരിക്കുവാൻ ഇടയായ കാരണത്തിന് മാത്രമല്ല. നമ്മൾ മനസ്സിലാക്കി, ചരിത്രങ്ങളെയും പ്രമാണവചനങ്ങളെയും അടിസ്ഥാനമാക്കി ഈ ആയത്ത് ഇറങ്ങിയത് മുശ്രിക്കുകളെ തിരുത്തിക്കൊണ്ടും അവരെ സംസ്കരിച്ചുകൊണ്ടുമാണ് എന്ന്. എന്നാൽ മുശ്രിക്കിന് മാത്രം ബാധകമല്ല ഈ ആയത്തിൻ്റെ വിധിയും തേട്ടവും, അത് മുസ്ലിമിനു കൂടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ചരിത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്ന വചനം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ പാരായണം ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പൊടുന്നനെ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജഅലനി മുസ്തജാബദ് ദഅവ, താങ്കൾ അള്ളാഹുവിനോട് എന്നെ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നവരിൽ ആക്കുവാൻ ദുആ ചെയ്താലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സഅദു അത്തിബ് മത്അമക് തകുൻ മുസ്തജാബദ് ദഅവ, സഅദേ താങ്കളുടെ അന്നം ഭക്ഷണം അത് വിശുദ്ധമാക്കൂ, വിശിഷ്ടമാക്കൂ, താങ്കൾ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നവർ ആയിത്തീരും. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അള്ളാഹുവാണേ സത്യം, ഇന്ന റജുല ലയഖ്ദിഫു ലുഖ്മത്തൽ ഹറാം ഫീ ജൗഫിഹി, ഒരു വ്യക്തി അവൻ്റെ വയറ്റിനകത്തേക്ക് നിഷിദ്ധമായ ഉരുളയെ ചെലുത്തുന്നു, എറിയുന്നു. മാ യതഖബ്ബലു മിൻഹു 40 യൗമൻ, അവനിൽ നിന്ന് 40 ദിവസത്തെ നന്മകൾ സ്വീകരിക്കപ്പെടുകയില്ല. വ അയ്യുമാ അബ്ദിൻ നബത ലഹ്മുഹു മിനസ്സുഹ്തി വറിബ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ദാസന്റെ മാംസമാണോ നിഷിദ്ധ സമ്പാദ്യത്താലും പലിശ മുതലിനാലും പോഷിക്കുന്നത്, ആ മാംസത്തിന് ഏറ്റവും അർഹമായത് നരകത്തീയാകുന്നു. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അനുബന്ധമായി പറഞ്ഞു എന്നാണ്. സഅദ് ഇബ്നു അബി വഖാസ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരു മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകുടുംബമായ ബനു സുഹ്റയിൽ മെമ്പറുമാണ്. ഖാലി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ എൻ്റെ മാതൃ സഹോദരൻ എന്ന അർത്ഥത്തിൽ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. തഫ്സീറുകളിൽ ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു സംഭവം എടുത്തു നൽകിയിട്ടുണ്ട്. അന്ന് ആളുകളിൽ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആളുകൾ ചോദിക്കുമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനിടയിൽ താങ്കളുടെ ദുആക്ക് ഉത്തരം നൽകപ്പെടുമായിരുന്നല്ലോ എന്ന്. അപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു പ്രതികരിച്ചിരുന്നത്, മാ റഫഅതു ഇലാ ഫമി ലുഖ്മതൻ ഇല്ലാ വ അന ആലിമും മിൻ ഐന മജീഉഹ വ മിൻ ഐന ഖറജത്, ഞാൻ എൻ്റെ വായിലേക്ക് ഒരു ഉരുള ഉയർത്തിയിട്ടില്ല, എവിടെ നിന്നാണ് അത് വന്നത്, എവിടെ നിന്നാണത് പുറപ്പെട്ടത് എന്നത് ബോധ്യപ്പെടാതെ എന്ന്. നമ്മുടെ ഈ ആയത്ത് വിളിച്ചറിയിക്കുന്ന കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്ന കൽപ്പന അത് എല്ലാവർക്കും ബാധകവും എല്ലാവരും പരിഗണിക്കേണ്ടുന്ന വിഷയവുമാണ് എന്നതിൻ്റെ ചരിത്ര സാക്ഷ്യമാണ് ഈ ഒരു സംഭവം. ഒപ്പം നമ്മൾ ഭക്ഷിക്കുന്നത് ഹലാലും ത്വയ്യീബുമായാൽ നമ്മൾ പഠിച്ചു പോയതാണ് എല്ലാ ത്വയ്യീബും ഹലാലാണ് എന്നുള്ളത്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര അനുഗ്രഹീതരാണ്. ദുആക്ക് ഉത്തരം അരുളപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനും അവങ്കൽ സൽവൃത്തനുമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അന്നം നന്നാക്കുക, വിശിഷ്ടമാക്കുക എന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഈ ആയത്തിൻ്റെ വിധിയിലും തേട്ടത്തിലും. ഇമാം വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ സുപ്രസിദ്ധൻ, അദ്ദേഹം പറയാറുണ്ട്, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ദഅവതഹു ഫൽയുതിബ് തുഅമതഹു ഉജീബത് ദഅവതുഹു, അള്ളാഹു തൻ്റെ ദുആഇന് ഉത്തരം തരാൻ താല്പര്യപ്പെടുന്നവർ അവൻ്റെ അന്നം ത്വയ്യീബാക്കട്ടെ, അവൻ്റെ ദുആക്ക് ജവാബ് അരുളപ്പെടും എന്ന്. ബലഗന അന്ന ദുആ അൽ അബ്ദി യുഹ്ബസു അനിസ് സമാവാത്ത് ബിസൂഇൽ മത്അം, ഭക്ഷണം മോശമാണ് എങ്കിൽ വാനലോകത്തെ തൊട്ട് ഒരു ദാസന്റെ ദുആ തടയപ്പെടും എന്ന അറിവ് ഞങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ എന്ന് കൽപ്പിച്ചത് നമ്മൾ ഓതി പഠിച്ചു പോകുമ്പോൾ ഹലാല് സമ്പാദിക്കേണ്ടുന്നതിൻ്റെ, ത്വയ്യിബ് അന്നമായി ഭുജിക്കേണ്ടുന്നതിൻ്റെ ആഹ്വാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് നേരെ വരുന്നത്. അന്നം ഹലാലും ത്വയ്യിബും ആകേണ്ടതിൻ്റെ അനിവാര്യത ഈ ഒരു വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സഈദ് ഇബ്നു യസീദ് അബു അബ്ദില്ല അസ്സാജി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറഞ്ഞു, ഖംസു ഖിസാലിൻ ബിഹാ തമാമുൽ ഇൽം, 5 കാര്യങ്ങൾ അതുകൊണ്ടാണ് അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ പൂർണ്ണത. ഏതെല്ലാമാണ് 5 കാര്യങ്ങൾ? മാരിഫത്തുല്ലാഹി അസ്സവജൽ, അള്ളാഹു അസ്സവജലിനെ അറിയുക എന്നതാണ് ഒന്ന്. മറ്റൊന്ന് മാരിഫത്തുൽ ഹഖ്, ഹഖ് മനസ്സിലാക്കുക. അപ്രകാരം ഇഖ്ലാസുൽ അമൽ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമായി അമലെടുക്കുക. വൽ അമലു അല സുന്ന, സുന്നത്തനുസരിച്ച് അമലെടുക്കുക. വ അക്കിലുൽ ഹലാൽ, ഹലാല് തിന്നുക. ഈ 5 കാര്യങ്ങളാണ് തമാമുൽ ഇൽം. എന്നിട്ട് അദ്ദേഹം അനുബന്ധം പറഞ്ഞു, ഫഇൻ ഫുഖിദത് വാഹിദത്തുൻ ലം യുർഫഇൽ അമൽ, ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അമൽ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുകയില്ല. ദുആ തിരസ്കരിക്കപ്പെടുന്ന ഭാഗ്യദോഷിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മഅ്കലുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം
വമർക്കബുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹ്. അവൻ്റെ ഭക്ഷണവും അവൻ്റെ പാനീയവും അവൻ്റെ ഉടുവസ്ത്രവും അവൻ്റെ വാഹനവും ഒക്കെ ഹറാമാണ്. അവന് പോഷണം നൽകപ്പെട്ടതെല്ലാം ഹറാമാണ്. അവൻ എങ്ങനെ ഉത്തരം ലഭിക്കപ്പെടുവാനാണ് എന്ന്. അപ്പോൾ അന്നം ഹലാലാവുക, ത്വയ്യിബാവുക എന്നത് എത്രമേൽ അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ് നാം ഏവരെയും സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ആശയം അത് പ്രത്യേകം നമ്മൾ അള്ളാഹുവിൻ്റെ ഈ ഒരു കൽപ്പന വായിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്നിടത്ത് ചില വിഷയങ്ങളും ചരിത്രങ്ങളും മനസ്സിലാക്കുവാനുണ്ട്. ഭക്ഷണ പാനീയങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ ആ ഭാഗവും പിന്നീട് അടുത്ത സൂക്തവും തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.